ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഷോർട്സ് അല്ല, ഇന്നൊരു വീഡിയോ ആണ് ഇടുന്നത്. അതായത് എൻ്റെ ആദ്യത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എനിക്ക് വീഡിയോ ഇങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ അറിയില്ല. പിന്നെ ഇന്ന് തൃശ്ശൂർക്കൊരു യാത്ര പോണതാണ് വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ മോൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൃശ്ശൂർക്ക് പോവാണ്. പക്ഷെ അത് അവൾക്ക് അറിയില്ല കേട്ടോ, എങ്ങോട്ടാണ് പോണതെന്നും എന്തിനാണ് പോണതെന്നും ഒന്നും അറിയില്ല. അപ്പോൾ ഞാനിന്ന് ഓഫീസിൽ പോയിട്ടില്ല, ലീവാണ്. അമ്മയ്ക്ക് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയ കാരണം ഓൾറെഡി മുടക്കാണ്. പിന്നെ രാവിലെ കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് 9 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് 10 മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. നല്ല വെയിലായിരുന്നു. അങ്ങനെ വാടാൻപള്ളി തൃശ്ശൂർ ആ വഴിക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാഞ്ഞാണിപ്പാടൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചിട്ട്, എനിക്ക് വണ്ടി ഓടിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത്രയും ദൂരത്തേക്ക് വണ്ടിയുമ്പോൾ പോയത്. അമ്മ പറഞ്ഞു ബസ്സിന് പോവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വടക്കുന്നാഥനൊക്കെ എത്തി. വടക്കുന്നാഥൻ റൗണ്ടിൽ കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അമ്മ പിന്നിലിരുന്ന് വീഡിയോ എടുത്തിട്ടാണ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, അപ്പം ഞാൻ അമ്മോട് പറയുന്നുണ്ട്, ഇനി വണ്ടിയിൽ ഇരുന്ന് വീഡിയോ എടുത്തിട്ട് ഇനി വല്ല പ്രശ്നമുണ്ടാട്ടാ, മതി. ഇത്ര സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, അതുകൊണ്ട്. വടക്കുന്നാഥൻ്റെ കോമ്പൗണ്ട് കണ്ടപ്പോൾ എനിക്ക് അവിടെ കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ തോന്നിയിട്ടാണ്. പക്ഷേ എന്തോ നേരമില്ലാത്ത കാരണം ഇരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ വണ്ടി ഓടിച്ച് വശം കെടാറാവും. അത്രയും ഉണ്ടല്ലോ, കുറേ ദൂരം ഉണ്ടല്ലോ പോവാൻ, അങ്ങോട്ട് എത്താനായിട്ട്. അപ്പോഴേക്കും പോണ വഴിക്ക് കണ്ണിലൊരു കരട് കയറിയിട്ട് എനിക്ക് കണ്ണ് തീരെ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുടുകുടാ വെള്ളം ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വിഷമം, അയ്യോ ഇങ്ങനെ ഒരു കാര്യത്തിന് പോകുമ്പോഴും ഇങ്ങനെ ഇതുണ്ടായിരുന്നല്ലോ. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും അതിങ്ങനെ കണ്ണിങ്ങനെ ചിമ്മി അത് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കടയിലൊക്കെ കയറിയിട്ട് കണ്ണൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് പോയത്. പിന്നെ അവിടെ വീട്ടിലൊരാൾ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ മോള്. എന്തിനാണാവോ അമ്മയും മമ്മയും കൂടി പോണത് ഒരുപാട് ചോദിച്ചു, പക്ഷെ പറഞ്ഞില്ല. എവിടേക്ക് പോകണ്ടെങ്കിലും പറയാറുണ്ടേ. അപ്പം അതൊരു സർപ്രൈസായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് പറയാതിരുന്നത്. അങ്ങനെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്നോട്, നീ ഓടിക്കേണ്ട വണ്ടി ഞാൻ ഓടിക്കാം. അങ്ങനെ നമ്മൾ ആ സ്പോട്ടിലെത്തിരിക്കുകയാണ്. ഇപ്പോൾ ബോർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ, കല്യാണിൻ്റെ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്തിനാണ് നമ്മളിവിടെ വരണേന്നുള്ളത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടാണ്. ഇവിടെ കൊല്ലത്തിൽ ഒരിക്കലും ഞങ്ങൾ വരാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാൺ ധനലക്ഷ്മി പ്രിയോറിറ്റി സ്കീമിൽ ഞാൻ ചേരാറുണ്ട്. അപ്പോൾ ആ ഒരു സ്കീമിൽ ഗോൾഡ് എടുക്കാറുമുണ്ട്. കൊല്ലത്തിൽ ഒരു 11 മാസം കൂടുമ്പോൾ ഞാനും വരും, എൻ്റെ അമ്മയും വരും. അങ്ങനെ അതൊരു 5-6 വർഷമായിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ചേർന്ന് നമ്മൾ ഗോൾഡ് എടുക്കൽ തുടങ്ങിയിട്ട്. പിന്നെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ, ജുവാൻഡസിന് അടുത്ത് തന്നെയാണ് ഞങ്ങളത് ചേരാറും. ജുവാൻഡസ് തന്നെയാണ് എല്ലാ തവണയും ഞങ്ങൾക്ക് ഗോൾഡ് എടുക്കുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യാറുള്ളത്. അങ്ങനെ ഗോൾഡൊക്കെ കണ്ടു. പക്ഷെ ഞങ്ങളോട് കയറിയിരിക്കാൻ വന്നപ്പോൾ അവിടെ വേറെ കസ്റ്റമർ ഉണ്ടായതുകൊണ്ട് ജുവാൻഡസ് പറഞ്ഞു അവിടെ ഇരിക്കി, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരുന്നത് ബ്രേസ്ലെറ്റിൻ്റെ സെക്ഷനിലാണ്, അത് ജെൻസിൻ്റെ. ഞങ്ങളതൊക്കെ നോക്കി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും അവൻ വന്നു. മോൾക്കൊരു പാദസരം എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ വന്നത്. മോൾക്ക് പാദസരം എടുക്കണം, ഒരു വള എടുക്കണം. അങ്ങനെയാണ് അത് നോക്കാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മോൾക്ക് ഒരു പാദസരം എടുത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ എടുത്തു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ ഇതാണ് പാദസരം. എല്ലാവർക്കും, എനിക്കും അമ്മയ്ക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരല്ല ജുവാൻഡസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാലയായിട്ട് ഉപയോഗിക്കാം എന്നാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് 2 in 1 ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഇപ്പോൾ സ്കൂളിലായാലും ഇടാൻ പറ്റില്ലല്ലോ,
എപ്പോഴും ഊരി വയ്ക്കും, വല്ല എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴല്ലേ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ എടുത്തു. അമ്മ വെയിറ്റിങ്ങിലാട്ടോ, ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ പുതിയ സ്കീമൊക്കെ ചേർന്ന് അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പിന്നെന്താ, പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ടൗണിൽ നിന്ന് വാങ്ങിയില്ല. കണ്ടശാങ്കടവ് എത്തിയപ്പോൾ ഞങ്ങൾ കണ്ടശാങ്കടവ് ചന്തയിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പച്ചക്കറി അങ്ങനത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി കണ്ടു കഴിഞ്ഞാൽ എന്താവും എന്നെ അങ്ങോട്ട് ആകർഷിക്കും. എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടേ പോരുള്ളൂ. അങ്ങനെ പിന്നെ കണ്ടോ പുഴയൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചോട്ടോ വണ്ടി ഓടിച്ച് വരുന്നത്. പിന്നെ ആ കണ്ണിൽ കരട് പോയത്, വരുന്ന വഴിക്ക് കപ്പൽ വള്ളി കണ്ടു. അങ്ങനെ അവിടെയൊക്കെ എത്തി. കുറേ സാധനങ്ങൾ വണ്ടിമേലുണ്ട്. പിന്നെ പൊന്നൂസിന് തീറ്റ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇടയ്ക്കൊക്കെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ പൂച്ച, ഞങ്ങളുടെ പൊന്നൂസ്. ആ പൊന്നൂസിന് തീറ്റ വാങ്ങാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മുടക്കാം. നാളെയും കൂടി ഫുഡ് അടിച്ച് വരുമ്പോൾ ഞാൻ തിങ്കളാഴ്ച വൈകുന്നേരം ഇനി ഫുഡ് എത്തുള്ളൂ. അപ്പോഴേക്കും അവൾക്ക് വേണ്ടേ ഫുഡ് കൊടുക്കണ്ടേ. അപ്പം അത് കാരണം അതും വാങ്ങി. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നു. പിന്നെന്താ, നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതിൽ കുറേ പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ക്ഷമിക്കുക. പിന്നെ ഞാനത് ഭാവിയിലേക്ക് ഇനി നന്നാക്കി എടുക്കാനായിട്ട് കൂടുതൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ വേദനയൊക്കെ ഇത്തിരിശം മാറിയിട്ടാണ്. മറ്റേന്ന് അന്നേരത്ത് നല്ല വേദനയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ, എനിക്ക് വണ്ടി ഓടിക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്താറായി. വീടിൻ്റെ റോഡിൻ്റെ അവിടേക്ക് എത്തി. അത് തിരിഞ്ഞു. ഇനി എൻ്റെ വീട് എത്താൻ ഒരു കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. പിന്നെ അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് തുണയായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മളെ കൈവിടാണ്ട് എപ്പോഴും കൂടെ നിൽക്കുക. എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനനുസരിച്ച് കമൻറ്റുകൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം അവിടെ 2 ആൾക്കാർ അവിടെ നോക്കിയിരിക്കേണ്ടാവും. ഒന്ന് എൻ്റെ അനിയനും എൻ്റെ മോളും കേട്ടോ. വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. എന്നുവെച്ചാൽ ഫുഡൊക്കെ അടിച്ചിട്ടുണ്ടാവും. എന്തിനാണ് പോയത്, എന്താണ് കൊണ്ടുവരുന്നത് എന്നറിയാനായിട്ട് ഉള്ള ആകാംക്ഷയോടുകൂടി ഇരിപ്പാണ്. അങ്ങനെ വീടെത്തി. ആകെ തളർന്നു കേട്ടോ. വെയിലത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച്, എളുപ്പമല്ല വെയിലത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് വരാനായിട്ട്. അങ്ങനെ വീടെത്തിയിട്ടാ. അപ്പം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. മാലിട്ട ഫോട്ടോസായിട്ടാണ് കണ്ടത്. അത്ര വലിയ നല്ല ലുക്കൊന്നുമല്ല. അവൾ പറഞ്ഞു എൻ്റെ മുഖമൊന്നും കാണിക്കേണ്ട അമ്മയെന്ന്. ഞാനെടുത്ത വളാട്ടോ. അങ്ങനെ അപ്പോൾ ഓക്കെ.